ഒരു സ്പൂൺ കഴിച്ചാൽ മതി കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. വീഡിയോ അവസാനം വരെ കാണാം. ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് പായസപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ടെടുക്കണം കേട്ടോ. കുറച്ച് വറുക്കണം. ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി വറുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വീട് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ശർക്കര പാനി ഉണ്ടാക്കണം. ഇവിടെ ഞാൻ 6 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. എന്താ പരിപ്പ് വന്നിട്ടുണ്ട്. ഒരു 3 വിധത്തിലിട്ടാ ഇനി ശർക്കര പാനി അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചെറിയ ജീരകപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ഏലക്കായ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിന് സ്കിപ്പായി പോയതാണ്. ശർക്കര പാനിയും പരിപ്പും നന്നായി യോജിപ്പിക്കുന്നവരെ ഒന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ പരിപ്പും ശർക്കര പാനിയൊക്കെ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2ാം പാല് ചേർക്കാം. ഇനി 2ാം പാൽ ഇതൊന്നൊന്ന് കുറുക്കിയെടുക്കണം. കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ കൂടെ ആഡാക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മിനിമം നെയ്യ് ചേർക്കാം. ഇനി കാഷ്യൂനട്ട് ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് പായസത്തിൽ ഇട്ട് കൊടുക്കാം. എളുപ്പത്തിലുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.